बिस्मिल्लाहिर रहमानिर रहीम। मेरी सोई वो भी तकदीर जगा दे, या रब मेरी सोई वो भी तकदीर जगा दे, आके मुझे दी है तो मदीना भी दिखा दे, आके मुझे दी है तो मदीना भी दिखा दे, या रब मेरी सोई वो भी तकदीर। നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്ന, മനസ്സ് വല്ലാതെ പൊട്ടിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ മലയാള മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് മലയാള മണ്ണിൽ താമസിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച് കളയുന്ന ചില സംഭവങ്ങൾ നമ്മൾ കേട്ടു. ഏകദേശം 75-78 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയെ ചവിട്ടിക്കൊന്നൊരു കഥ നമ്മളൊക്കെ കേട്ടു. സ്വാഭാവികമായും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ നമ്മുടെ ഖൽബ് പൊട്ടിപ്പോകും. 78 വയസ്സ് പ്രായമുള്ള ഉമ്മയെ ചവിട്ടിക്കൊല്ലുന്നത് വെറും 22 വയസ്സ് പ്രായമുള്ള അബൂബക്കർ എന്ന ഒരു കുട്ടിയാണ്. ലോകം എവിടെയാണ് എത്തി നിൽക്കുന്നത്? കാരണം എന്താണ്? എന്തോ ജോലി കഴിഞ്ഞ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. വീട്ടിലേക്ക് വരുമ്പോ ഈ പൊന്നുമകന് ചായ ഉണ്ടാക്കി വെച്ച് വീടിന്റെ ഉമ്മരപ്പടിയിൽ കാത്തിരിക്കുന്ന പ്രായമുള്ള ഉമ്മ, എൻ്റെ കുട്ടി എപ്പോഴാ വരുന്നത്, എൻ്റെ മകൻ എപ്പോഴാ വരുന്നത്, അങ്ങനെ കാണുന്നവരോടൊക്കെ ചോദിക്കും. അക്കൂട്ടത്തിൽ ഈ മകൻ വന്നു. നേരെ അടുക്കളയിൽ പോയി എന്തോ ഭാര്യയും ഉമ്മയും ഒരു വാക്കേറ്റം നടന്നിട്ടുണ്ട്. അത് കാരണമായി ഭാര്യ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ ഉമ്മയുമൊത്ത് എനിക്ക് താമസിക്കാൻ കഴിയില്ല, മഅദല്ലാഹ്. ആ വാക്ക് കേട്ട ഉടനെ ഈ മകനങ്ങ് ചെന്ന് ഉമ്മരപ്പടിയിൽ വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടിയപ്പോ പ്രിയപ്പെട്ട ഉമ്മ, പ്രായമുള്ള ഉമ്മ, നടക്കാൻ കഴിയാതെ തലയും താഴ്ത്തു നടക്കുന്ന ഉമ്മ അങ്ങ് വീണപ്പോ പറഞ്ഞു, മോനെ എന്നെ കൊല്ലല്ലടാ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എന്നെ കൊല്ലല്ല മോനെ. ആ ഉമ്മ പിടയുന്ന ഉമ്മയുടെ മാറിടത്തിലേക്ക് വീണ്ടും അങ്ങ് ചവിട്ടിയപ്പോ പൊന്നുമകന്റെ മുഖത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊണ്ടങ്ങ് മരിക്കുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലെ കഥയല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ കഥയല്ല, നമ്മുടെ രാജ്യത്തുള്ള കഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിസരത്തുള്ള കഥയാണ്. 78 വയസ്സ് പ്രായമുള്ള ഉമ്മയെ ചവിട്ടിക്കൊന്നത് അബൂബക്കർ എന്ന നമ്മുടെ ജാതിയാണ്, മറ്റു മതത്തിൽപ്പെട്ട കുട്ടികളല്ല. ഇത് പറയുമ്പോ ഏതൊരു മുസ്ലിമിന്റെ മനസ്സാണ് പൊട്ടാതിരിക്കുന്നത്? പ്രിയപ്പെട്ട എന്റെ അനുജന്മാരോട്, നമ്മുടെ ഉമ്മയുടെ നെഞ്ചിലേക്ക് ചവിട്ടുന്നത് ഓർക്കാൻ നമുക്ക് കഴിയോ? ഇവിടെയാണ് ഇന്ന് മുസ്ലിം സമുദായം എത്തി നിൽക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന നമ്മുടെ കേച്ചേരി, ഏകദേശം തൃശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്ത് പെരുമ്പിലാവ് എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഉമ്മറലിരക്ക നാടിന്റെ അടുത്താണ്. പെരുമ്പിലാവ് ഭാഗത്ത് പ്രായമുള്ള പിതാവിനെ അടിച്ചിട്ട് ആ ഉപ്പ പള്ളിയിലേക്ക് 100 റുപ്യ നേർച്ചയാക്കുകയാണ്. എന്തിന്? സുബഹിയുടെ മുമ്പ് മരിക്കാൻ വേണ്ടി. മകന്റെ അടി കൊണ്ട് കഷ്ടപ്പെട്ട് വാപ്പ വീണു, എന്നിട്ട് പള്ളിയിലേക്ക് 100 റുപ്യ നേർച്ചയാക്കുകയാണ്. എന്തിനാണെന്നറിയോ? മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ നേതാവിന്റെ ചാരത്ത് പോയി പരിശുദ്ധമായ പച്ചക്കുബയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മദീനയിൽ പോകാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ മദീന എന്ന ലോക മുസ്ലിമിന്റെ കേന്ദ്രത്തിൽ ചെന്ന് ജീവിതത്തിൽ അവിടെ നിന്ന് മൂത്രപടിക്കാൻ മടിച്ചുപോയി, പേടിച്ചുപോയി. 3 ദിവസം അവിടെ താമസിക്കുന്നു. താമസം കഴിഞ്ഞ് മദീനയോട് ഏകദേശം 3 ദിവസമാകുമ്പോ വിട വാങ്ങുകയാണ്.
എന്താണ് കാരണമെന്നറിയോ? മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യഗണങ്ങളായ മുതഅല്ലിമീങ്ങൾ പിടിച്ചു നിർത്തി ആ ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് പോകരുതെന്ന് പറയുമ്പോ, എന്റെ പൊന്നു മക്കളെ, ഞാൻ എന്റെ ജീവിതത്തിൽ മദീനയിൽ മൂത്രമടിച്ചിട്ടില്ല, ഞാനൊട്ട് മൂത്രമടിക്കുകയുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന ആ ചാരത്ത് മടൽത്തരികളിൽ അബൂ ഹനീഫ മൂത്രമടിക്കില്ല. വല്ലാതെ കരഞ്ഞുപോയ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാത്രമല്ല, മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യഗണങ്ങൾ പിടിച്ചു നിർത്തിയപ്പോ ഒരിക്കൽ അവിടുന്ന് സമ്മതിക്കുന്നില്ല. ആ മുതഅല്ലിമീകൾ പിടിച്ചു നിർത്തി 8 ദിവസത്തോളം താമസിച്ചു. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടികൾ പിടിച്ചപ്പോ അവിടുന്ന് 8 ദിവസത്തോളം താമസിച്ചു. അവിടുന്ന് അവസാനം പറഞ്ഞു, ഇനി എന്നെ പിടിച്ചു നിർത്തിയാൽ മക്കളെ ഞാൻ മരിച്ചു കളയും, മരിച്ചു പോകും, എന്നെ വിട്ടേക്കണം. ആ 8 ദിവസം അവിടെ താമസിച്ചിട്ട് ആ മദീനയിലെ മണൽത്തരികൾ കാട്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്തില്ല. ആ വല്ലാത്ത തക്രീമൻ ലിതുർബത്തി മദീനത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചോദിച്ചു, എന്താണ് കാരണം? തക്രീമൻ ലിതുർബത്തി മദീനത്തി റസൂലില്ലാഹ്. ആ മദീന എന്ന ലോക മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് കാരുണ്യത്തിന്റെ നേതാവിന്റെ ചാരത്തിരുന്നു കൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ പുന്നാര മുത്തുനബി തങ്ങൾ സഞ്ചരിച്ച ഈ മണ്ണിൽ അബൂ ഹനീഫ മൂത്രമൊടിക്കാനായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മൂത്രമൊടിക്കാത്തത് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലം ദർസ് നടത്തിയ മാലിക് റളിയല്ലാഹു അൻഹു ആ 40 കൊല്ലത്തിനുള്ളിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചോ? അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നടന്നതുമില്ല, വാഹനപ്പുറത്ത് സഞ്ചരിച്ചതുമില്ല. റസൂലുള്ള കിടക്കുന്ന നാട്ടിൽ അവിടുത്തെ ശിഷ്യഗണങ്ങളായ മുതഅല്ലിമീങ്ങളായ പ്രിയപ്പെട്ട സ്വഹാബത്ത് കിടക്കുന്ന നാട്ടിൽ മാലിക് ചെരുപ്പ് ധരിച്ച് നടക്കാനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 40 കൊല്ലം ചെരുപ്പ് ധരിച്ച് നടക്കാത്ത ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ആ മഹാരഥന്മാർ വല്ലാതെ ബഹുമാനിച്ച് ആദരിച്ചു പോയ മദീന. അവിടെ കാലുകുത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു തൗഫീഖല്ലേ. റസൂലുള്ള സ്വീകരിക്കും കൂടെ ചെയ്താൽ ഭാഗ്യവാനാണ്. ആ മദീനയിൽ പോകാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ, ഞാൻ പറയുന്നത് പെരുമ്പിലാവ് ഭാഗത്തുള്ളൊരു പിതാവിന്റെ കഥയാണ്. മദീനയിൽ പോകാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ അവിടെ പോയി അൽഹംദുലില്ലാഹ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചിട്ട് അവസാനം കഅബത്തിന്റെ ഖില്ല പിടിച്ച് ദുആ ചെയ്ത് ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നടത്തി നാട്ടിലേക്ക് വന്നിട്ട് തീരുമാനിച്ചു, യാ റബ്ബൽ ആലമീൻ, പടച്ചവരെ, ഒരു ദിവസത്തിൽ 1000 സ്വലാത്തെങ്കിലും എന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ചൊല്ലാത്ത ഒരു ദിവസം ഈ പ്രായം ചെന്നവനിൽ കഴിഞ്ഞു പോകില്ല. നല്ലൊരു മനുഷ്യൻ മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോ അങ്ങ് പോകും പള്ളിയിലേക്ക്. എന്നിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ ബാങ്ക് വിളിക്കുന്നത് വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇശാ ബാങ്ക് കൊടുത്താല് അവിടെ നിസ്കരിച്ച് ഹദ്ദാദ് ചൊല്ലി വിത്ർ നിസ്കരിച്ചിട്ടേ വീട്ടിലേക്ക് വരൂ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് മഗ്രിബ് നിസ്കരിക്കാൻ പോകുമ്പോ വടിയോരത്ത് ചീട്ട് കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ട് സ്വന്തം മകനാണ്. ബാപ്പയല്ലേ വടിയൊന്ന് പൊക്കിയിട്ട്, എടാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ ചീട്ട് കളിച്ചിരിക്കേ. ആ വടിയങ്ങ് പൊക്കിയപ്പോ പ്രായമുള്ള ഉപ്പയുടെ കയ്യിലുള്ള വടിയങ്ങ് വാങ്ങിയിട്ട് ആ മനുഷ്യന്റെ പുറത്തേക്ക് അടിക്കുന്നു. ഓ പ്രിയപ്പെട്ട മുതഅല്ലിമേ, ആ വാപ്പയങ്ങ് വീടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് മെല്ലെ മെല്ലെ പള്ളിയിൽ ചെന്ന് മെഹ്റാബിന്റെ ചുവട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നു. അല്ലാ, എന്തൊരു കരച്ചിലാണ് ആ വാപ്പ കരയുന്നത് അറിയോ? അവിടുന്ന് കരഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരു പിതാവ് കൂടിയാ. അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പള്ളിയിലുള്ള ഉസ്താദ് വന്നിട്ട്, എന്താ ആചാര്യരെ, എന്താ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യന്റെ കുപ്പായങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുക. ആ മനുഷ്യന്റെ കുപ്പായം പൊക്കിയിട്ട് ഉൾപ്പെടുത്തിയത്
13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾ കുറെ ആളുകള് അവിടുന്ന് പള്ളിയിൽ നിന്ന് ജനാസ കാണാൻ പോയി. കൽബ് പൊട്ടിപ്പോകുന്ന നിസ്കാര തഴമ്പ് വെച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കുത്തിക്കൊലപ്പെടുത്തിയത് 13 വയസ്സുള്ള ഒരു കുട്ടി. എന്താ കാരണം? വാപ്പ ഗൾഫിലാണ്, കാശ് അയച്ചു എളാപ്പയുടെ പേരിൽ. എളാപ്പയോട് കാശ് മുറിച്ചപ്പോ പറഞ്ഞു, മോനെ അതൊക്കെ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഉമ്മയോട് ചോദിച്ചപ്പോ ഉമ്മ വല്ലതും ഈ മകൻ അടിക്കോ ചെയ്യോ എന്ന് പേടിച്ചിട്ട് പറഞ്ഞു അത് എളാപ്പാന്റെ കയ്യിലുള്ളത്. അപ്പൊ എന്നോട് എളാപ്പ കളവ് പറഞ്ഞില്ലേ? ഈ കുട്ടി ഒരു കത്തിയെടുത്തു, അങ്ങ് പോയിട്ട് സ്വന്തം വാപ്പാക്ക് തുല്യമുള്ള എളാപ്പയുടെ നെഞ്ചത്ത് അങ്ങ് ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട എളാപ്പയെ അങ്ങ് കുത്തിക്കൊലപ്പെടുത്തുന്നു. വല്ലാത്തൊരവസ്ഥ. കാണുന്ന മനുഷ്യന്മാർ മുഴുവനും കരയുകയാ. കാണുന്ന ആളുകളൊക്കെ നല്ല 5 വക്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ 500 റുപ്യക്ക് വേണ്ടി എളാപ്പയെ മക്കൾ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മുടെ മലയാള മണ്ണിലാണ്. ഇത് നമ്മുടെ മലയാള മണ്ണിലാണ് നടക്കുന്നത്. പല ജില്ലകളിലായിട്ടാണെങ്കിലും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, പണ്ട് കാലത്തൊക്കെ കള്ളു കുടിച്ചു വന്ന ഭാര്യയെ അടിച്ചു കൊന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ ഭർത്താവിനെ അടിച്ചു കൊല്ലുകയാണ് ഭാര്യമാര് ഭർത്താവിനെ അടിച്ചു കൊല്ലുക. എവിടെയാണ് ഇപ്പൊ ലോകമെത്തി നിൽക്കുന്നത്? ഈ അടുത്ത് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും, ഫാത്തിമ എന്നൊരു പെണ്ണ് ഹൈദർ ഹാജി എന്ന മനുഷ്യനെ അടിച്ചു കൊന്നു. എന്നിട്ട് മരിച്ചോലെന്ന് ഉറപ്പുവരുത്താൻ കീററെടുത്ത് വീണ്ടും അടിച്ചു. ഭാര്യ അടിക്കുക ഭർത്താവിന്. വല്ലാത്ത ലോകം കിട്ടും. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോഴേക്കും ഏത് അവസ്ഥയിലെത്താ അല്ലാഹു. ഭാര്യയെ അടിച്ചു കൊന്നു, അല്ല ഭർത്താവിനെ ഭാര്യ അടിച്ചു കൊല്ല. ഇവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. മഅദല്ലാഹ്. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മനുഷ്യൻ ദാഹിക്കുന്നത്, മനുഷ്യന് പണമുള്ളത്, ധാരാളം പണമുള്ള വ്യക്തികളും അതുപോലെ തന്നെ പറമ്പുകളും തോട്ടങ്ങളും അതുപോലെ ഒരു പടി മക്കളും എല്ലാവരുമുള്ള ആളുകൾ കൊതിക്കുന്നത് പടച്ചവരെ ചെറിയൊരു സമാധാനം വേണം, ചെറിയൊരു ശാന്തി വേണം, ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. നശ്വരമായ ഭൗതിക ലോകത്ത് സന്തോഷത്തോടെ ആരുടെ മുന്നിലും കൈനീട്ടാതെ, ആരുടെ മുന്നിലും ഇസ്സത്ത് നഷ്ടപ്പെടുത്താതെ, പടയം വെക്കാതെ ഇസ്സത്തോടുകൂടെ ജീവിച്ചിട്ട് അവസാനം കലിമ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലാൻ പോകുന്ന സമയത്ത് കാരുണ്യത്തിന്റെ നേതാവ് ആ പരിശുദ്ധമായ പവിത്രമായ പച്ചത്തുബയിൽ ചുവട്ടിൽ കിടന്നുകൊണ്ട് ലോക മുസ്ലിമിന്റെ ചലനങ്ങൾ നോക്കിക്കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പല ആളുകളും ലോകത്തോട് വിട പറയുമ്പോൾ ഫതബസ്സമ, അവിടുന്ന് പുഞ്ചിരിക്കുന്നു, അവിടത്തേക്ക് വന്നുകൊണ്ട് സലാം പറയുന്നു. ആരാണ് നിങ്ങൾ? മൻ അന്ത, ആരാണ് നിങ്ങൾ? അന റസൂലുള്ളാഹ് അന ഹബീബുല്ലാഹ്, ഞാനാണ് മോനെ റസൂലുള്ളാഹ്. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ പല ആളുകൾക്കും മരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ നിലക്ക് മരിക്കണമെന്ന് കൊതിക്കുന്നവരാണ് ഹബീബിന്റെ ഉമ്മത്തുകളായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉമ്മത്തുകളായ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ മനുഷ്യനായി പ്രത്യേകിച്ച് മുഅ്മിനീങ്ങള് ഇന്ന് വളരെ സമാധാനം ലഭിച്ചിട്ട്, എവിടെയും സന്തോഷം ലഭിച്ച് അവസാന സമയം പുഞ്ചിരിച്ച് വഫാത്താകാൻ കഴിയണം, മരിക്കാൻ കഴിയണം. ഇതാണ് മനുഷ്യൻ എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ധാരാളം മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്. അതിൽ എന്തുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ച ഈ മഹത്തായ മജ്ലിസ്. അള്ളാഹു ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർക്കൊക്കെ റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അത് വല്ലാത്തൊരു ബറക്കത്തുള്ള സദസ്സാണ്. ഒന്നരാ ഷേഖുന അതിന്റെ 1-2 ഭാഗങ്ങൾ, 1-2 ഭാഗങ്ങളായി തന്നെ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്, ഈ കൂടിയ നിങ്ങൾക്കൊക്കെ പല വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഒരു വിഷമില്ലാത്ത ആരുണ്ടാവില്ല. ദുനിയാവിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും പടച്ചവനെ നന്നായി ഇൽമിന്റെ
തഖ്വയുള്ളൊരു ഖാദിമായി അവസാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ട് അവിടുത്തെ പൊരുത്തം കിട്ടി ഭരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ബഹുമാനപ്പെട്ട ഉമർ നസഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗം കാണാം. ഇന്ന അഹ്ല ത്വാഅതി യഅഖുദൂനൽ അക്വാബ മിൻ ഹൗദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 24 മണിക്കൂറും ഇബാദത്തെടുക്കുന്ന ഒരു സാധാരണക്കാരൻ, അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾ, അവരൊരു ദിവസം യുസല്ലി കുല്ല യൗമിൻ വ ലൈലത്തിൻ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്തൊക്കെ നിസ്കരിക്കും. അങ്ങനത്തെ ആളുകള് അവര് യഅഖുദൂനൽ അക്വാബ മിൻ ഹൗദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദുൽ കൗസർ, അത് നമുക്ക് വിശദീകരിക്കണ്ട, അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് വേറൊരു വാസിത്വ മുഖേനയാണ്. ഇല്ലാ അഹ്ലൽ ഇൽമി, ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും ഇൽമ പഠിപ്പിക്കുന്ന ആലിമീങ്ങളും ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്രിഫു ലഹും ബിയദിഹി. ഒരു ദീന് പഠിക്കുന്ന മുതഅല്ലിമിനെ കാരുണ്യത്തിന്റെ നേതാവ് മാടി വിളിച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒരു മുതഅല്ലിമിന് വെള്ളം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിക്കുന്ന ദീനിന്റെ ഖാദിമായ മുതഅല്ലിമിന് റസൂലുള്ളാഹിന്റെ കരങ്ങളെ കൊണ്ട് നേരിട്ട് വെള്ളം കൊടുക്കുമെന്ന് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചുപോയ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള വലിയൊരു പാണ്ഡിത്യത്തിന്റെ ഉടമ പഠിപ്പിക്കുന്നുവെങ്കിൽ അല്ലാഹു ആ മക്കൾ നമ്മെ പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരോട്, ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, വിട്ടുനിന്ന് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരോട്, പിതാക്കളോട് ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ദാഹിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി. ആ ദാഹത്തിനൊക്കെ പല വഴികളുമുണ്ട്. അതിലൊരു വഴിയാണ് ഇപ്പോ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാനിവിടെ പറഞ്ഞു. പല മാർഗങ്ങളുമുണ്ട്. അതില് എല്ലാത്തിനും അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ തരണമെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ ചെറിയ ഇഖ്ലാസുള്ള ഒരു ഖാദിമാക്കി തീർക്കണമെങ്കിലും അതിനൊക്കെ ഒരുപാട് പടികൾ നമുക്ക് താണ്ടിയെടുക്കേണ്ടതെങ്കിൽ ചവിട്ടി നടക്കേണ്ടതുണ്ട്. പക്ഷെ അതിനൊക്കെ അൽഹംദുലില്ലാഹ് നല്ല നല്ല മാർഗങ്ങൾ പുന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരിക്കൽ സ്വഹാബികളൊക്കെ ഒരുമിച്ച് വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് ചോദിക്കുക, ഈ കൂട്ടത്തില് എല്ലാവരും ഇരിക്കുന്ന ഇടയില് മാമിൻ ബലദ്, ഏതെങ്കിലും ഒരു കുട്ടി യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജത്തൻ മബ്റൂറ. വല്ലാത്ത നമ്മയൊക്കെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രംഗല്ലേ. ഏതെങ്കിലും ഒരു മുതഅല്ലിമ് പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത്, അതല്ലെങ്കിൽ വാപ്പയുടെ മുഖത്ത് സന്തോഷത്തോടെ ഒരു നോട്ടം നോക്കിയാൽ കഅബത്തിന്റെ ഖില്ല പിടിച്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കഅബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഹറമിൽ പോയിട്ട് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഉമ്മയുടെ മുഖത്ത് സന്തോഷത്തോടെ ഉമ്മ എന്ന് വിളിച്ച് ഒരു നോട്ടം നോക്കുന്ന കുട്ടിക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. ബാപ്പയുടെ മുഖത്ത് അവിടുത്തെ കൈകൾ തൊലികളൊക്കെ ചുളിഞ്ഞു പോയി. പാവപ്പെട്ട ഉപ്പ ഒരു കാലത്ത് പഠിക്കാൻ വേണ്ടി വിടുമ്പോ അവിടുന്ന് രാവിലെ പാടത്ത് പോയി ജോലി ചെയ്തിട്ട് അതാ 50 ഉറുപ്പ്യ നമ്മുടെ കയ്യിൽ നൽകുകയാണ്. നമ്മ പഠിക്കാൻ വേണ്ടി വിടുകയാ. ആ വാപ്പാക്ക് വല്ലാത്ത കടമുണ്ട്, പ്രയാസമുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട അനുജന്മാരെ, നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ട് കാലങ്ങളിൽ എന്നല്ല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഏകദേശം ഒരു 15-20 കൊല്ലം മുമ്പ് ചോറ് കടിക്കാൻ വകയില്ലാതെ കഞ്ഞു കുടിച്ച, പൂള കടിച്ച, ചക്ക കടിച്ച ഒരുപടി ആളുകൾ മഞ്ചേരിയുടെ പരിസരത്തുണ്ട്. മഞ്ചേരി ഭാഗങ്ങളിൽ, ഈ കാണുന്ന പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ, പ്രായമുള്ള പിതാക്കൾ കഞ്ഞു കുടിക്കാൻ വകയില്ലാതെ പൂള കടിച്ചു പോയ ആളുകളെ നിങ്ങളൊക്കെ ചോദിച്ചാൽ അറിയാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വകുപ്പില്ലാതെ
മക്കളെ എന്ന് വിളിച്ചിട്ട് ഒരു ചെറിയ തൊപ്പിക്കൊടിയും വെച്ച് ആ തൊപ്പിക്കൊടിയുള്ളിൽ കള്ളിത്തുണിയും ചുരുട്ടി വെച്ച് പ്രിയപ്പെട്ട ഉപ്പ പാടത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോ അവിടുന്ന് ഉച്ചവരെ പാടത്ത് കൊത്തുകയാ, പാടത്ത് കൊത്തിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ ഉച്ച സമയമായി. അവിടുന്ന് ഉമ്മ വിളിച്ചിട്ട് മോനെ മോനെ ഉപ്പ അവിടുന്ന് കൊത്തി വിഷമിച്ചിരിക്കുന്നുണ്ടാവും, ഈ കഞ്ഞൊന്ന് കൊണ്ടുപോയി കൊടുക്കൂ. തൂക്കുപാത്രത്തിൽ കഞ്ഞു കൊടുക്കുന്നു. ഒരു കയ്യിലതാ ചമ്മന്തി ഏൽപ്പിക്കുന്നു. കുടിക്കാൻ കയ്യിലുണ്ടോ? പ്ലാവിന്റെ ഇലയല്ലേ മുതഅല്ലിമീങ്ങളെ, ആ പ്ലാവിന്റെ ഇല ചുരുട്ടിയിട്ട് കഞ്ഞു കുടിക്കുകയാണ്. ഈ 10 വയസ്സുള്ള മകൻ തൂക്കുപാത്രത്തിലെ കഞ്ഞു പിടിച്ച് ഓടിപ്പോയി വാപ്പയുടെ കയ്യിൽ കൊടുക്കുമ്പോ വാപ്പ വിഷം തൊട്ടിയ ഉപ്പയതാ കഞ്ഞു കുടിക്കുന്ന സമയത്ത് അവിടുന്ന് ഈ 10 വയസ്സുള്ള മകൻ ഉപ്പാന മുഖത്ത് നോക്കി നിൽക്കുന്നു. വിഷപ്പുള്ള മകനാൻ. വാപ്പാക്ക് മനസ്സിലായി, പടച്ചവരെ എന്റെ കുട്ടിക്ക് വിഷപ്പുണ്ട്, നല്ല ദാഹമുള്ള വിഷപ്പുള്ള ഉപ്പ മുഴുവനും കുടിച്ചു തീർക്കാതെ അല്പം കഞ്ഞു ബാക്കി വെച്ച് ഈ മകന്റെ കയ്യിലങ്ങ് കൊടുക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയുടെ മുന്നിൽ ചുരുണ്ടിരുന്നുകൊണ്ട് ആ മകനങ്ങ് ആർത്തിയോടെ എടുത്തു കുടിക്കുമ്പോ പ്രായമുള്ള പിതാവ് കരയുന്നില്ലേ? ആ നിലക്ക് കഷ്ടപ്പെട്ട് നമ്മ വളർത്തിയ ആ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കിയാൽ ഹജ്ജത്തുൽ മബ്റൂറ മാമിൽ വലദിൽ ബാർ യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജത്തുൽ മബ്റൂറ. ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മാതാപിതാക്കളുടെ മുഖത്ത്, മാതാപിതാക്കളുടെ വല്ലപ്പോഴും നമ്മൾ ഉപ്പയെ കാണുമ്പോ സന്തോഷത്തിന്റെ ഒരു നോട്ടം, അതോടുകൂടെ ആ ഉപ്പയുടെ മനസ്സ് സന്തോഷിച്ചാൽ അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു തരും. സന്തോഷത്തിന്റെ നോട്ടം നോക്കുക, ഉമ്മയോട് സന്തോഷത്തിന്റെ നോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയേ എന്റെ ഉപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമുള്ള ഇത് കേട്ടിട്ടൊരു കുട്ടിക്ക് അവിടുത്തെ ആ കുട്ടിയുടെ ഉമ്മയോടും വാപ്പയോടും ഒരു പ്രത്യേക മഹബത്ത്. എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ എന്റെ ഉപ്പാന്റെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ? എന്റെ ഉമ്മയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ? റസൂലുള്ള പഠിപ്പിക്കുന്നു 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മാതാപിതാക്കളുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ ചോദിച്ചപ്പോ ഉടനെ വിത്തങ്ങൾ പറയുന്ന മറുപടി 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അത് എങ്ങനെ? മബ്റൂറ. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പോയി തിരിച്ചു വരും. സ്വഹീഹായ ഒരു ഹദീസാണ്. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ? ആ മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ മുഖത്ത് പുഞ്ചിരിയോടൊരു നോട്ടം നോക്കിയാൽ ലഭിക്കാൻ പോകുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അവിടുത്തെ പൊരുത്തമുള്ളവരിൽ നമ്മ പെടുത്തട്ടെ. എന്തൊരു ഇതിങ്ങനെ പറയുമ്പോ വേറൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ ഉമ്മയും ബാപ്പയും വളരെ മോശമാണ്, എന്നാലും വളരെ മോശ, നിസ്കരിക്കൂല, നാട്ടിൽ പോയ ശനിയാഴ്ച വരണ്ടാന്ന ഉമ്മ പറയാ, ഞായറാഴ്ച പോയാ മതി എന്നാ പറയാ. അങ്ങനെ വന്നാലോ ആകട്ടെ, അങ്ങനത്തെ ഉമ്മയും ബാപ്പയുടെ മുഖത്ത് നോക്കിയാലും ഈ കൂലി കിട്ടുമോ? കാരുണ്യത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നു, അവർ എത്ര മോശമാണ് എങ്കിലും അവരുടെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കുന്നവല്ല ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അവരെത്ര മോശിക്കോട്ടെ. അതുകൊണ്ട് എന്റെ കൊച്ചനുജന്മാരോട് എന്തൊക്കെ സംഭവിച്ചാലും മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ ജീവിതത്തിൽ ഒരു വാക്കുപോലും, തമാശക്ക് പോലും ആ ഉമ്മയുടെ കൽബ് പൊട്ടുന്ന, മനസ്സ് പൊട്ടുന്ന, മോനെ നീ എന്നോട് അങ്ങനെ പറഞ്ഞു, എടാ നീ എന്നോട് അങ്ങനെ പറഞ്ഞു അല്ലടാ എന്ന് പറയുന്നൊരു പദം എന്റെ അനുജന്മാരെ വന്നു പോകരുത്. ഖേദിക്കേണ്ടി വരും നമ്മള്. മാതാപിതാക്കളോട് കണ്ണടച്ച് തുറക്കുന്ന സമയം
അവരെ പിണക്കം എന്ന ശൈലിയിൽ യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ, കണ്ണടച്ച് തുറക്കുന്ന സമയം അവരോടൊരു പിണക്ക ശൈലിയിലൊന്നും മുഖം മാറ്റുന്നത് ഒന്ന് മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലൊക്കെ ചിലപ്പോ നമ്മളൊക്കെ തമാശക്ക്, നമ്മളൊക്കെ അങ്ങനെ വളർന്നതല്ലേ, അങ്ങനെ വന്നു പോയെങ്കില് ഇപ്പൊ എല്ലാ സംവിധാനം ഉള്ളതല്ലേ, ഒന്ന് പോകുമ്പോ നാട്ടിൽ പോകുമ്പോ ഉമ്മാന്നൊരു വിളി വിളിച്ചാ നമ്മളെ പെറ്റ ഉമ്മയുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. എത്ര പിണങ്ങിയ കുട്ടികളായിക്കോട്ടെ, മെല്ലെ ചെന്നിട്ടും ഉമ്മ മിണ്ടൂലപ്പോ, അപ്പൊ മെല്ലെ ചെന്നിട്ട് ഉമ്മാനെ പുറത്തൊന്ന് തോണ്ടി നോക്കട്ടെ, ഉമ്മ കുറച്ചൊന്നും ഇല്ല, കുറെ തോണ്ട പോടാ അവിടെ, അത് മതി. ആ പോടണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ കണ്ണടയണം, വാപ്പയുടെ കണ്ണടയണം. അപ്പറിയാ അവിടെ നിലയും വിലയും എത്രയുണ്ടെന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, അരുത്. മാതാപിതാക്കളെ ജീവിതത്തിൽ തമാശക്ക് പോലും വേദനിക്കും തോന്നുന്നൊരു വാക്ക് പറയണ്ട. അള്ളാഹു കാക്കുമാറാവട്ടെ. എന്തെങ്കിലൊക്കെ ശ്രമിച്ച വലിയ മക്കളാ, കല്യാണമൊക്കെ കഴിച്ച് കുറെ കുട്ടികളുണ്ട്, ധാരാളം കുട്ടികളൊക്കെ മക്കളായിട്ട് നമ്മൾ ഭാവിയിൽ കുറെയൊക്കെ മക്കളായിന്ന് കുട്ടിക്കോളി. എങ്ങനെ എന്നിട്ട് പ്രായമുള്ള ഉമ്മയുടെ ഇരിക്കുന്നുണ്ട്, മെല്ലെ ചെന്ന് ഉമ്മ ഇപ്പൊ എന്തോ ചെറിയൊരു വിഷമത്തില, ചിലപ്പോ നമ്മള് പോയാക്കാത്തണ്ടേ കാരം. എന്നാ ഉമ്മ ചോറ് കഴിക്കുമ്പോ അമ്മ അങ്ങനെ അടുത്ത് പോയിട്ട് കുറെ നിന്നു, ഉമ്മ മിണ്ടണമെന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഞാൻ പോട്ടമ്മ, ഞാൻ പോട്ടേന്നങ്ങ് ചോദിച്ചു നോക്കി. അപ്പ അവരെടാ എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കടാ. എന്താ അത് അലിഞ്ഞു, ഉമ്മാന്റെ മനസ്സങ്ങ് അലിയും. നമ്മളെ പെറ്റ ഉമ്മ, 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മ, ആ പാവങ്ങള് ഇപ്പൊ പ്രായം കൊണ്ടിരിക്കുമ്പോ ആ ഉമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കള്, അവർക്കിപ്പോ നമ്മളല്ലാതെ ആരില്ല. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരിക്കലും തന്നെ അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മിൽ സംഭവിക്കരുത്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, എന്നെ കൂടുതല് ഞാൻ കുട്ടികളോടൊക്കെ ഇടക്കിടക്ക് പറയും, വല്ലാതെ ചിന്തിപ്പിച്ച ഒരു സംഭവം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വല്ലാതെ ആഴത്തിൽ ചിന്തിപ്പിച്ച രംഗമാണ്, നമ്മുടെ മനസ്സലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ലുഖ്മാൻ തങ്ങള് ഒരിക്കൽ പറഞ്ഞത് പല ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരിക്കൽ മകനെ വിളിച്ചു, 10-18 വയസ്സായ കുട്ടിയെ വിളിച്ചിട്ട് പറയാ, മോനെ വാപ്പാക്കൊരാഗ്രഹമുണ്ട്. ലുഖ്മാൻ തങ്ങൾ പറയാ, യാ ബുനയ്യാ, പൊന്നുമോനെ, വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഉപ്പാക്കൊരാഗ്രഹമുണ്ട്, എന്റെ മകനത് ചെയ്തു തരുമോ? എന്റെ മകൻ ആ വിഷയത്തിൽ എന്നെ സഹായിക്കുമോ? യാ അബതാ, ഉപ്പാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഉപ്പാ കഴിയുന്നൊരു കാര്യം ഞാൻ വെറുതെ വിടൂല, ചെയ്തു തരും. ആ സമയത്ത് ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഅ്തിനി ബിശൈഇൻ മിനൽ ജന്ന, ഇഅ്തിനി ബിശൈഇൻ മിനൽ ജന്ന. മോനെ, ഉപ്പ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പോയിട്ട് എന്തെങ്കിലും വസ്തു ഉപ്പാക്ക് കൊണ്ടുവരും, അത് കണ്ടു മരിക്കാനാണ്. കുട്ടി നമ്മളെക്കാളും തന്ത്രമുള്ള മക്കള്, ലുഖ്മാൻ തങ്ങളുടെ മകനല്ലേ. ഈ മകൻ എന്ത് ചെയ്തൊരു, ഉപ്പാ അല്പസമയം കൊണ്ട് ഞാൻ കൊണ്ടുവരാം, അല്പസമയം എനിക്ക് നൽകിയാൽ ഞാൻ കൊണ്ടുവരാം. എന്താ വാപ്പ ചോദിച്ചത്? മോനെ, വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഈ ഉപ്പാക്ക് സ്വർഗത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവരുമോ? മകന്റെ മറുപടി, കുറച്ച് സമയം തന്നാ ഞാൻ കൊണ്ടുവരാം. വാപ്പ സമ്മതം കൊടുത്തു. ഈ കുട്ടി അങ്ങ് ഓടുന്നു മക്കളെ, ഈ കുട്ടി അങ്ങ് ഓടിപ്പോകുന്നു വീട്ടിലേക്ക്. അടുക്കളയിൽ ഈ മകനും വാപ്പാക്കും ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്ത് ചെന്നു, ഉമ്മ അവിടുത്തെ കാലൊന്നു പൊക്കട്ട ഉമ്മ, അവിടുത്തെ ചെരുപ്പൊന്നു പൊക്കട്ടയോ ഉമ്മ. എന്തിനാണ് മോനെ? ഒന്നുമല്ല ഉമ്മ, എനിക്കൊരു വസ്തു എടുക്കാനുണ്ട്. ആ ഉമ്മ കാലങ്ങ് പൊക്കിയപ്പോ ചെരുപ്പിന്റെ അടിയിൽ നിന്നും മണ്ണ് വലിച്ചെടുത്തുകൊണ്ട് ഒരു കടലാസിലിട്ട് ഓടി വന്നിട്ട്, ഉപ്പാ ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ഉപ്പാ സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ.
ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ബക്കാ ബുകാഅൻ ശദീദാ, സന്തോഷം കൊണ്ടുള്ളൊരു കരച്ചിലുണ്ടല്ലോ. അവിടുന്ന് പറയുന്നു, മോനെ മിൻ ഐന ജിഅത ബിഹി, എവിടെ നിന്നാ ഇത് കൊണ്ടുവന്നത്? ഉടൻ തന്നെ ആ പൊന്നുമകന്റെ മറുപടി, ഉപ്പാ മിൻ തഹതി ഖദമി ഉമ്മി, എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ നിന്നാണ് ഉപ്പാ. എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചെരുപ്പിന്റെ ചുവട്, അത് എന്റെ സ്വർഗമാണ് ഉപ്പാ. ഞാൻ എന്റെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. വാപ്പാക്ക് എന്റെ സ്വർഗത്തിൽ നിന്നാ കൊണ്ടുവന്നത്. അത് കേട്ടപ്പോ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അണച്ചുകൂട്ടി, ഖബ്ബലഹു ആനഖഹു, അണച്ചുകൂട്ടി. മോനെ, ഈ വാപ്പയുടെ കാലോ, മോനെ ഉപ്പയോ, അൽ വാലിദാനി ബാബാനി മിൽ അബ്വാബിൽ ജന്ന. മോനെ, ഉമ്മയുടെ കാല് മാത്രമല്ല, ഈ വാപ്പയുടെ കാല് സ്വർഗമാണ്. ഉമ്മയും വാപ്പയും സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. മോനെ, ഉമ്മയെ മറക്കാത്തതുപോലെ ഈ വാപ്പയെ മറക്കരുത്. ഈ ഉപ്പ മരിച്ചാൽ ഉപ്പാന്റെ ഖബർ മറക്കരുത്. വാപ്പ മരിച്ചാൽ വാപ്പയെ മറക്കരുത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു രംഗം ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ആ പൊന്നുമകന് വസിയത്തായി ഉപദേശമായി നൽകിയെങ്കിൽ, പ്രിയപ്പെട്ട കുട്ടികളോട്, അനുജന്മാരോട്, നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്ന, അവരെ വെറുപ്പിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ നമുക്ക് വേണ്ട. ഒന്ന്, ഞാൻ 2-3 കാര്യങ്ങൾ ഇപ്പോ പറയുകയാണ്. അവരെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്കുണ്ടാവുകയില്ല. അവിടെ പൂർണ്ണമായ പൊരുത്തം, അവിടെ കുരുത്തം, അത് നമ്മൾ ഉണ്ടാക്കുക. അള്ളാഹു നല്ല മക്കൾ നമ്മെ പെടുത്തുമാറാവട്ടെ. നല്ല മക്കൾ അള്ളാഹു പെടുത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തത്തോടുകൂടെ, അവരുടെ ദുആയോടുകൂടെ, അവർ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുവെങ്കിൽ, മരിച്ചുപോയ ഉമ്മയും വാപ്പയും ഉണ്ടോ, ഖബറുകൾ ചെന്ന് യാസീൻ ഓതി ദുആ ചെയ്യുക. ഉമ്മ എന്ന് വിളിച്ചിട്ട ഖബറുകൾ പോയി യാസീൻ ഓതി ദുആ ചെയ്യുക. ഉപ്പാന്റെ ഖബറുകൾ ചെന്ന് അവിടുന്ന് കണ്ണുനീരൊടുക്കി, കുട്ടിപ്രായത്തിൽ വല്ലതൊക്കെ സംഭവിച്ചുവെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹാ, അങ്ങ് ദുആ ചെയ്യുക. ജീവിച്ചിരിക്കുന്നവരുണ്ടോ, കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കുക. ഉമ്മാനങ്ങ് വിളിച്ച വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോ കാല് പിടിച്ച് പൊരുത്തപ്പെടിക്കുക. എന്തെങ്കിലുമൊക്കെ പറ്റിയെങ്കിൽ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, വല്ലാത്ത രംഗമുണ്ടായി. വലിയ വിശപ്പുള്ളൊരു സമയം. ആ സമയത്ത് അവിടുന്ന് ഒരു ചെറിയ കാരക്കയുടെ ചീന്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തു. ബഹുമാനപ്പെട്ടവർ മെല്ലെ എഴുന്നേറ്റ് കുറച്ച് അപ്പുറത്ത് പോയിരുന്നിട്ട് കഴിക്കുക. അപ്പോ അത് ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം. മറ്റേ കുട്ടി അടുത്തിരുന്ന് കഴിക്കുക, ഇക്കുട്ടി കുറച്ച് അപ്പുറത്ത് പോയിട്ട്. അപ്പൊ ഉമ്മ അടുത്ത് വന്നു, മോനെ എന്താണ്, എന്നെ അടുത്തിരിക്കാൻ പോയി, അവിടെ പോയി കഴിക്കും. ഉമ്മാ, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് ഉമ്മാ. ഹസൻ റളിയല്ലാഹു അൻഹു, ഉമ്മയുടെ മനസ്സ് ആ തട്ടും വിധത്തിലൊരു വാക്ക്, ഉമ്മ, ഇക്കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്. എന്റെ ഉമ്മ എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ആദ്യം കഴിക്കുമ്പോ എന്റെ ഉമ്മ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോ എടുത്ത് കഴിച്ചാൽ അതൊരു അദബുകേടല്ലേ, അത് പേടിച്ചിട്ട് ഞാൻ കുറച്ച് വിട്ടുപോയതാണ് ഉമ്മ. സുബ്ഹാനല്ലാഹ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നമുക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും റിഫഅത്തും തരണം. അതിന് പൂർണ്ണമായി നമ്മൾ നല്ല നാഫിയ ഇൽമു കിട്ടാനും അവിടെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി അതുള്ള വഴികൾ കണ്ടെത്തുക. ഒന്നും അവരെ വേദനിപ്പിക്കുന്നൊന്നും നമ്മിൽ സംഭവിച്ചു പോകണ്ട. അത് നമ്മുടെ അടിത്തറയാണ്. അതോടുകൂടെ നമുക്ക് അല്ലാഹു തആല വലിയൊരു തൗഫീഖാണ് നൽകിയത്. പടച്ച റബ്ബ് നമുക്ക് നൽകിയ തൗഫീഖ് കുറച്ചൊന്നല്ല. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു നല്ല ദീനിന്റെ ഒരു ഖാദിമാണ്. നല്ല ദീനിന്റെ ഖാദിമായ മുതഅല്ലിമും ആലിമുമായ ഒരു പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ബിശ്ർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പലപ്പോഴും ഇൽമിന്റെ ഖാദിമായി നടന്ന് പെങ്ങളെ കാണാൻ പോലും കഴിയാത്ത, അത് നീണ്ടൊരു സംഭവമാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല.
അങ്ങനെ പെങ്ങളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. ഒരിക്കൽ ഉസ്താദിനോട് പെങ്ങളെ എന്നെ അറിയിച്ചു, സഹോദരനെ കണ്ടിട്ട് കുറെ കാലായി. ബിസുൽ ഹാഫി റളിയല്ലാഹു അൻഹു കാണാൻ പോയി പെങ്ങളെ. അവസാനം കാണാൻ പോയപ്പോ വീടിന്റെ അരികിലെത്തി. എടുത്തു വെച്ച കാല് പിന്നെ അങ്ങുമില്ല അങ്ങോട്ടുമില്ല, എന്തോ തരിച്ചങ്ങനെ നിൽക്കുക. മണിക്കൂറുകളാ നിർത്തുന്നു. പിന്നെ അവസാനം ബോധം തെളിഞ്ഞ് ചോദിച്ചപ്പോ അവിടെ നിന്ന് എന്താ പറഞ്ഞതറിയോ? അവിടുന്ന് പറഞ്ഞു, ഞാൻ 2-3 ബിഷറുമാരെ കണ്ടു, എന്റെ പേരുള്ള 2-3 ആളുകളെ കണ്ടു. ഒരാള് ജൂതനാണ്, മറ്റൊരു ബിഷറിനെ കണ്ടപ്പോ അവൻ ക്രിസ്ത്യാനിയുമാണ്, വേറൊരുത്തനെ കണ്ടപ്പോ അവൻ ഒരു മുശ്രിക്കുമാണ്. അൽഹംദുലില്ലാഹ്, എന്റെ പെങ്ങളെ അല്ലാഹു എന്നൊരു ദീനിന്റെ ഖാദിമാക്കിയല്ലോ. ഈ 3 ബിശ്റിനെയും ഞാൻ കണ്ടു. അവരൊക്കെ ഒന്ന് ജൂതനും ക്രിസ്ത്യനും അതുപോലെ മുശ്രിക്കുമായിരുന്നു. 4-മത്തെ ബിശ്ർ ഒരു ഇൽമിന്റെ ഖാദിമായല്ലോ. എന്നെ പടച്ച റബ്ബിന് ഞാൻ ശുക്ർ ചെയ്തിട്ടില്ല. അല്ലാഹു എനിക്ക് ഈ തൗഫീഖ് നൽകിയിട്ട്, ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് നൽകിയിട്ട്, എന്റെ പേരുള്ള പല ആളുകളും പല മതക്കാരുമായി നടക്കുമ്പോ അർഹമുർ-റഹീമായ റബ്ബ് ഇൽമിന്റെ ഒരു ഖാദിമായ മുസ്ലിമാക്കി എന്നെ മാറ്റിയിട്ട് ഇതുവരെ ഞാൻ എന്റെ റബ്ബിന് ശുക്ർ കാണിച്ചിട്ടില്ലല്ലോ. ആ ബിശ്റുമാരെ കണ്ടപ്പോ ഞാനങ്ങ് തരിച്ചു പോയതാണ് പെങ്ങളെ. ബിശ്ർ റളിയല്ലാഹു അൻഹു സ്വന്തം പെങ്ങളോട് പറയുമ്പോ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹം കൊണ്ട് നമ്മുടെ തർബിയത്ത് ക്യാമ്പിൽ വെച്ചുകൊണ്ട് വന്നരായ ശൈഖുന എന്ത് ഉപദേശമാണ് നമുക്ക് നൽകിയത്. എത്ര ആളുകളാ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ, നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച മക്കൾ, നമ്മുടെ കൂടെ മദ്രസയിൽ പഠിച്ച മക്കൾ, അത് ഏകദേശം 80% ഇന്ന് മറ്റു പല വിധത്തിലും നടക്കുകയില്ലേ. അവിടെ മുടി കാണുമ്പോ കൽബ് പെട്ടില്ലേ, അവിടെ ഫാന്റ് കാണുമ്പോ മനസ്സ് പെട്ടില്ലേ, അവിടെ നടത്തം കാണുന്ന സമയത്ത് അവര് പള്ളിയുമായി ബന്ധമില്ലാതെ നടക്കുമ്പോ അവിടെ മറ്റു ചുറ്റുപാടുകൾ കാണുമ്പോ മനസ്സുപെട്ടില്ലേ. റഹ്മാനായ റബ്ബ് വ്യത്യസ്തമായി, എന്താ 13 വയസ്സ് പ്രായമുള്ള മകൾ വാപ്പയെ അടിച്ചു എന്നും ഉമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടി എന്നുമൊക്കെ പറയുമ്പോ നമ്മുടെ കൂടെ പഠിച്ച മക്കളാണവര്. ഉമ്മയെ അടിച്ചു കൊല്ലുന്നത്, വാപ്പയുടെ പുറത്തേക്ക് അടിക്കുന്നത്, അത് നമ്മുടെ കൂട്ടുകാരാണ്, നമ്മുടെ കൂടെ പഠിച്ചവരാണ് എങ്കിൽ മലിക്കുൽ മുലൂക്കായ റബ്ബ് ഇൽമിന്റെ ഖാദിമായി നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുന്നാര തങ്ങളെ ദീൻ പഠിക്കുന്ന ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് എന്റെ കൈകൊണ്ട് നേരിട്ട് ഞാൻ വെള്ളം കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ നേതാവ് പഠിപ്പിച്ചുവെങ്കിൽ ആ ഇൽമിന്റെ ഖാദിമീങ്ങളിൽ പെട്ടുപോകാനുള്ള അവസരം നൽകിയിട്ട്, തൗഫീഖ് നൽകിയിട്ട് അൽഹംദുലില്ലാഹ് ഹംദ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് വന്നിട്ടുണ്ടോ? നാം തന്നെ എന്ന് വിലയിരുത്താം. അല്ലാഹു നമുക്ക് വല്ലാത്തൊരു തൗഫീഖ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദീനിന് ഖിദ്മ ചെയ്യാനുള്ള ഒരു വഴിയിലേക്ക് അല്ലാഹു നമ്മയൊക്കെ എത്തിച്ചു. അൽഹംദുലില്ലാഹ്, ഒരുപാട് കാലം ദീനിന്റെ ഖാദിമുകളായി നടക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് വല്ലാത്ത ഭാഗ്യം നൽകി. അതോടുകൂടെ നമ്മുടെ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, മഹാനായ ACS ബീരാൻ മുസ്ലിയാർ, അല്ലാഹു എടുത്ത ഖബർ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ഉസ്താദുമാർക്കൊക്കെ അറിയാം ACS ബീരാൻ ഉസ്താദ് പോകാത്തൊരു ജില്ലയില്ല, ബീരാൻ ഉസ്താദ് ചുറ്റി നടക്കാത്തൊരു വീടില്ല, മഹല്ലില്ല എന്നാണ് നമ്മൾ ഉസ്താദുമാരൊക്കെ പറയാറുള്ളത്. ഉസ്താദ് മരണശൈലിയിൽ കിടക്കുമ്പോ ACS ബീരാൻ ഉസ്താദ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ആ സംഭവത്തിന്റെ ചുരുക്കവാക്ക് ഗുരുവടികൾ എന്ന പുസ്തകത്തിൽ, നമ്മുടെ IPB ഇറക്കിയ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് 2 ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണശൈലിയിൽ കിടക്കുമ്പോ ചോദിക്കാൻ ചെന്നിട്ട് ഞങ്ങളൊക്കെ ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ ഉസ്താദാണ് അവിടെ വന്നിട്ട്, ബീരാൻ ഉസ്താദാണ് ഒരു മദ്രസ ഉണ്ടാക്കിയത്. 2-3 മുള വെച്ചിട്ട് ആദ്യമായിട്ടൊരു മദ്രസ ഉണ്ടാക്കിയത് ബീരാൻ ഉസ്താദാ. എല്ലാവരും പറയുന്നത് ആ താലൂക്കൽ, ആ ജില്ലയിൽ അങ്ങ് 18 കിലോമീറ്റർ
2 മുള ഏറ്റിയിട്ട് കൂടെ 2 ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് സഹായത്തിന് അവര് ക്ഷീണിക്കുമ്പോ ബീരാൻ ഉസ്താദ് ഏറ്റു. അങ്ങനെ പോയിട്ട് 4 തൂണ് വെച്ച് ഒരു മദ്രസ ഉണ്ടാക്കി. അത് ബീരാൻ ഉസ്താദായിരുന്നു. ബഹുമാനപ്പെട്ടവര് ഒരിക്കൽ എല്ലാവരും കൂടി നിൽക്കുമ്പോ പറയാ, എനിക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടം അതിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കരയാ, പിന്നെ നിർത്തുന്നില്ല. അപ്പൊ എന്താണ് വിഷയം? ചാവക്കാട് ഞാന് ഒരു സ്ഥലത്ത് പോയി. ഞാൻ അങ്ങനെ പോയി ഒരു ചെറിയൊരു മഹലിൽ ഒരു മദ്രസ ഉണ്ടാക്കാൻ പോയതാ. അവരുടെ ഇൽമിന്റെ ഖിദ്മയാ, ദീനിന്റെ ഖിദ്മയാ. ഞാനൊരു മദ്രസ ഉണ്ടാക്കാൻ പോയതാ. അവിടെ ഒരു മദ്രസയില്ല. അങ്ങനെ അവസാനം തങ്ങൾപ്പടി എന്നൊരു സ്ഥലത്ത് അവിടെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പൊന്നുമക്കളെ, ബീരാനുസ്താദ് മറക്കാൻ നമുക്ക് പറ്റൂല. ACS ബീരാനുസ്താദ് മറക്കാൻ പറ്റൂല. അങ്ങനെ ആ ബീരാനുസ്താദ് അവിടെ നിന്ന് പറയാ, ഞാനൊരു വീട്ടിൽ ചെന്നു. നല്ല വിശപ്പുള്ളപ്പോ ഞാൻ അവിടെ പോയി രാജീരാണ്. ഞാൻ കുറച്ച് ചോറ് ചോദിച്ചു. അപ്പൊ എന്നോട്, ഞാൻ തൊപ്പി ധരിച്ചിട്ട് അവിടെ ഇരിക്കുക, നിങ്ങൾ എവിടുന്നാ വരുന്ന മുസ്ലിയാരെ? ഞാൻ മലപ്പുറത്ത് നിന്ന് വരികയാണ്, പാങ്ങുന്ന് വരിക. എന്തിനാ? ഞാൻ ഇവിടെ ചെറിയ മദ്രസ ഉണ്ടാക്കാൻ വന്ന, നല്ല വിശപ്പുണ്ട്. വിശപ്പ് വരെ നടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ബീരാനുസ്താദ് പറയണത്. അപ്പൊ ഒരു നായനെ കെട്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്, ആ പാത്രം എടുക്കുക. നായ കടിക്കുന്ന, ഒരു പട്ടി കടിക്കുന്ന പാത്രം. ബീരാനുസ്താദിനോട് പറഞ്ഞ ആ പാത്രം എടുക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാ, ഞാൻ ആ പാത്രം എടുത്തു. അങ്ങനെ പാത്രം എടുത്തപ്പോ എനിക്ക് അതിലൊരു പിടി ചോറിട്ട് തന്നു. ഞാൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മുകളിൽ നിന്ന് കുറച്ചെടുത്ത് കടിച്ചു. എന്നത് വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബീരാനുസ്താദ് കിടക്കുന്ന കടപ്പുറയിൽ വെച്ച് പൊട്ടിക്കരയുകയാണ്. ബീരാനുസ്താദ് അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നാടുമിടുക്ക ദീനിന് ഖിദ്മ ചെയ്ത് നടന്നുപോയ ആലിമീങ്ങൾ, അൽഹംദുലില്ലാഹ്, അവരൊക്കെ നമുക്ക് ഇങ്ങനെ ഇന്ന് തലപ്പാവ് വെച്ച് തൊപ്പി ധരിച്ച് നടക്കാനുള്ള വഴികൾ ഉണ്ടാക്കി തന്നു. വലിയ വലിയ മഹാരഥന്മാർ. നിങ്ങൾക്കറിയില്ലേ, ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവിടെ തണൽ നമുക്ക് നൽകുമാറാവട്ടെ. വയലിനൊക്കെ പോണ പ്രസംഗിക്കണ വഹാബികൾക്ക് മറുപടി കൊടുക്കുന്ന EK ഹസൻ മുസ്ലിയാർ ആളാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, EK ഹസൻ മുസ്ലിയാർ ഞാൻ തന്നെയാണ്, ആ ഹസൻ ഞാൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. നാട്ടുകാർ, ഈ ചെറുപ്പക്കാര് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അടിക്കാൻ പോയി. എന്താ കളിയാക്കാണ്? പാതിരക്ക് രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്, കളിയാക്കാണ് ആളെ. എന്താണിത് എന്ന് പറഞ്ഞ് കുറെ ചീത്ത അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാവ അണ്ടോണസ്താദ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ചെറിയ ബാഗും പിടിച്ചിട്ട്. അണ്ടോണസ്താദ് വരിക. അപ്പൊ വേറെ സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് അണ്ടോണസ്താദ് വരിക. സുബ്ഹാനല്ലാഹ്. ചമ്മാട് പള്ളിക്ക് കുറ്റി അടിക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായി അണ്ടോണസ്താദ് ഒരു പ്രസംഗിക്കാൻ വരും. അല്ലോ, അന്ന് കെട്ട കോഴിമുട്ടല്ലേ അടുത്ത് അങ്ങ് എറിഞ്ഞു അണ്ടോണസ്താദ്. ഒരുത്തനങ്ങ് എറിഞ്ഞപ്പോ അണ്ടോണസ്താദിന്റെ ശരീരത്തില്, പക്ഷേ ഹിമ്മത്തുള്ള മനുഷ്യൻ അതൊന്നും അറിയാതെ നല്ല ബയലങ്ങ് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിമെന്ന് ഇറങ്ങിയിട്ട് ഒരു മുത്താലിമിനെ വിളിച്ചിട്ട്, മോനെ ഈ കുപ്പായം ഇറക്കി തരും, എനിക്ക് വിടാൻ വേറെ കുപ്പായല്ല, എനിക്ക് നാളെ വേറെ സ്ഥലത്ത് ബയലിന് പോകണം, കുപ്പായല്ല. അല്ലോ, അത് വല്ലാതെ ചിന്തിപ്പിച്ചൊരു പദമായിരുന്നു. അതുവരെ ഹിമ്മത്തുള്ളൊരു മനുഷ്യനെ പുറത്തിറങ്ങിയിട്ട് ഒരു മുത്താലിമിനെ കാണും, ഈ കുപ്പായം നരക്കി തരുമോ? വല്ലാത്ത വിഷമം സഹിച്ച വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അവിടെ ഖബറുകൾക്ക് അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ അണ്ടോണസ്താദ് ഇങ്ങനെ ബാഗ് കഴിഞ്ഞ് കോഴിക്കോട് പഴയ സ്റ്റാൻഡിൽ പോകുക. അപ്പൊ ഹസൻ ഉസ്താദിനെ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് തലപ്പാവ് ഇങ്ങനെ അയച്ചിട്ട് വിരിച്ചു കൊടുത്തു, ഇവിടെ കിടക്കാൻ, ഇവിടെ കടന്നോളി. അപ്പൊ മറ്റേ 2 ചെറുപ്പക്കാർ വന്നിട്ട്, ആരാണ് അയാള്? അതാണ് ഹസൻ മൗലവി. ഏതാ ഹസൻ മൗലവി? സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരെ ഒന്ന് ഉസ്താദെ കാലങ്ങ് പിടിച്ച, EK ഹസൻ ഉസ്താദിന്റെ കാലങ്ങ് പിടിച്ച് പൊരുത്തപ്പെട്ട. എന്താ അറിയോ, നേരം വെളുത്തിട്ടേ ഒരു സബുക്ക് പോകരുത്, ഒരു സബുക്ക് നഷ്ടപ്പെടരുത്. അതിനവിടെ വന്ന് അവിടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് സുബഹിയുടെ മുമ്പ് അവിടുന്ന് എഴുന്നേറ്റ് പള്ളിയിൽ നിസ്കരിച്ച് അവിടുന്ന് നേരം വെളുത്തിങ്ങനെ വെളിച്ചം വെച്ച പോകാന് ദർശെടുത്താൻ വേണ്ടിട്ട്, അതിന് വേണ്ടി അവിടെ പഴയ സ്റ്റാൻഡിൽ വന്ന് കിടക്കുകയാണ്. ആ മഹാരഥന്മാരായ EK ഹസൻ മുസ്ലിയാരെ പോലെയുള്ള മഹത്തുക്കൾ അവിടുന്ന് വഫാത്താകുമ്പോ ഈ അടുത്ത് MA ഉസ്താദ് പറഞ്ഞു, MA ഉസ്താദ് EK ഹസൻ ഉസ്താദിനെ കുറിച്ച് പറയാ, മരണശൈലിയിൽ കിടക്കുക. അപ്പൊ MA ഉസ്താദ് പോയി കാണാൻ പോയപ്പോ ഹസൻ ഉസ്താദ് പറയാം, MA
ഓരോ ശ്വാസവും അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയല്ലേ? ചിലപ്പോ ഖബറിൽ വെച്ചിട്ട് നമുക്കത് പറയല്ലേ? ആ ഒരു സമാധാനമുണ്ട്. വേറെന്താ ഉള്ളത്? ഈ കാസൻ ഉസ്താദ് ഇത് പറഞ്ഞിട്ട് എം.എ. ഉസ്താദ് സൈദി ഒരു പടുത്ത് വെച്ചങ്ങ് കരഞ്ഞു. വല്ലാത്ത കരച്ചില്. ഈ കാസൻ ഉസ്താദ് എന്നോട് പറഞ്ഞു, എം.എ. ഉസ്താദ് പറയാ, എം.എ. ഓരോ ശ്വാസവും അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാറ്റി എന്ന് പറയല്ലേ? ഖബറിൽ കിടക്കുമ്പോ വേറൊന്നുമില്ല. അവിടുന്ന് A.P. ഉസ്താദും പല ഉസ്താദന്മാരും കൂടിയിട്ട് അവിടുന്ന് ഒരിക്കൽ സുന്നി വോയിസ് ഒക്കെ നിന്നു, പൈസ എല്ലായിട്ട് നിർത്തി. അപ്പോ വാങ്ങാം. അപ്പൊ പൈസ ഉസ്താദിനോട് ദ്വാരിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഉസ്താദ് ഈ കേസ് ഉസ്താദിനെ തലക്കണ്ണിന് പൊന്തിച്ചിട്ട് 10 റുപ്യ ഉണ്ട്. ആ മാസം ശമ്പളം കിട്ടിയ അരി വാങ്ങെടുത്ത 10 റുപ്യാണ്. ആ 10 റുപ്യ എടുത്തിട്ട് പറഞ്ഞു 15 റുപ്യ ആവശ്യമുള്ളത്. ഈ 10 റുപ്യ എടുത്തിട്ട് പറയാ, ഇതേ അച്ഛൻ്റെ അടുത്തുള്ളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ നിലക്ക് 10 റുപ്യ എടുത്തു കൊടുത്ത ബഹുമാനപ്പെട്ട E.K. ഹസൻ ഉസ്താദ് ഓരോ ശ്വാസവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചു പോയ ഉസ്താദ് അവസാനം മരിക്കുമ്പോ ഈ ഒരു ശ്വാസം അത് ദീനിന് ചെലവഴിച്ചെന്ന് പറയല്ലേ? എന്റെ മുതഅല്ലി പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരോട്, വിട്ടുനിൽക്കുന്ന സഹോദരങ്ങളോട്, കാലം അത്രയും ജീവിച്ചിട്ട് ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു? പടച്ചവരെ, എനിക്ക് വല്ലതും സാധിച്ചോ? എനിക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഖാദിമാവണം, ഇൽമിന്റെ ഖാദിമാവണം, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാവണം, ദീനിന്റെ ഖാദിമാകണം എന്നുള്ള നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് ആ മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടെ നമ്മളങ്ങ് ഇറങ്ങുമ്പോ അല്ലാഹു ചെറിയ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാക്കിയാലോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വലിയ വലിയ മഹാരഥന്മാർ പക്ഷേ ഇറങ്ങിത്തിരിക്കുമ്പോ ഏതൊക്കെ തലക്ക് ഇറങ്ങിത്തിരിച്ചാലും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഈ വേദിയിലേക്ക്, മേഖലയിലേക്ക് അങ്ങ് ഇറങ്ങിയാല് എത്ര ത്യാഗം സഹിച്ചാലും, എത്ര നമ്മൾ എന്തൊക്കെ അല്ലാഹുവിന്റെ ഒരു ഹിഫ്ള് മുതഅല്ലിമേ റബ്ബ് നമുക്ക് നൽകും. പടച്ച റബ്ബിന്റെ വല്ലാത്ത ഹിഫ്ള് ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകും. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അണ്ടോൺ ഉസ്താദ് വഫാത്താകാൻ വേണ്ടി രോഗശൈലിയിൽ കിടക്കുകയാണ്. ഉസ്താദ്മാരൊക്കെ പല ആളുകളൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങളൊക്കെ അന്ന് പോയതുണ്ട്. അണ്ടോൺ ഉസ്താദ് വഫാത്താൻ കിടക്കുമ്പോ എല്ലാവരുടെയും ഇങ്ങനെ ചിരിച്ച് കളിച്ച് ആരൊക്കെ വരികയാണെങ്കിൽ ആരക്കണം തമാശ ഒക്കെ പറയണ ഉസ്താദ്. അപ്പോഴാണ് A.P. ഉസ്താദ് കടന്നു വന്നു. A.P. ഉസ്താദ് വന്നപ്പോ അണ്ടോൺ ഉസ്താദിന്റെ നിലക്ക് പോയി ഒറ്റ കരച്ചിൽ. എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. എപ്പിസ്ഥാനം മുമ്പ് ഇങ്ങനെ ചൂണ്ടി. അപ്പൊ എന്താ? ഒന്നും 4-5 പെൺമക്കളാണ്, ഒന്നുമില്ല. അണ്ടോണസ്താദ് വഫാത്താകുമ്പോ ഒന്നുമില്ലേ, കുറെ പെൺകുട്ടികളുണ്ട്. അങ്ങ് അവനാന്റെ ഉസ്താദിനെ കാണുമ്പോ മനസ്സങ്ങ് പൊട്ടുമല്ലോ. ഉസ്താദല്ലേ നമ്മുടെ അല്ല. ആ ചിരിച്ച് കളിച്ചിരിക്കുന്ന അണ്ടോണസ്താദ് ഓതിപ്പടിച്ച് എപ്പിസ്ഥാനത്തായിരുന്നു. അതിലങ്ങ് കരഞ്ഞു. അങ്ങ് കരഞ്ഞിട്ട് എന്താ മൈദുംകുട്ടിയല്ലേ ഇങ്ങനെ കൈകൊണ്ട് ഇഷാറത്ത് 4-5 പെൺകുട്ടികളുണ്ട്, ഒന്നുമില്ലാതെ മരിക്കുകയാണ്. നിങ്ങൾ അല്ല കൊടുക്കൂല മൈദുംകുട്ടിയല്ലേ, നിങ്ങൾ എന്തിനാ കരയണത്? ആ ഒരൊറ്റ വാക്ക് കണ്ടോ പ്രിയപ്പെട്ട അനുജന്മാരെ? ആ കുട്ടികളൊക്കെ വലിയ ആലിമീങ്ങളാ കല്യാണം കഴിച്ചത്. ആ കുട്ടികളൊക്കെ വലിയ വലിയ ആലിമീങ്ങളാ കല്യാണം കഴിച്ചത്. അണ്ടോണസ്താദിന് അല്ലാഹു ഏറ്റെടുക്കുകയാണ്. ദീനിന് വേണ്ടി ഇൽമിന്റെ ഖാദിമായി അങ്ങ് നടന്നപ്പോ അല്ലാഹു ഏറ്റെടുത്തു. പടച്ച റബ്ബിന്റെ വടികളൊക്കെ ഉണ്ടാക്കി മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങി. ഉസ്താദുമാരുടെ പൂർണ്ണമായ പൊരുത്തം ഉസ്താദുമാരുടെ പൂർണ്ണമായ പൊരുത്തം നമുക്ക് നേടിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു വിള്ളല് വന്നാൽ പിന്നെ അത് നികത്താൻ കഴിയില്ല. പൂർണ്ണമായ പൊരുത്തവും നമ്മൾ സമ്പാദിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു ഇൽമിന്റെ ഖാദിമാവണമെന്നുള്ള നിയ്യത്ത് വെച്ച് പഴയ മഹാന്മാർ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ മഹത്തുക്കളൊക്കെ ചെയ്തതുപോലെയുള്ള അവര് ഇൽമിന്റെ ഖാദിമായതിൽ സന്തോഷിച്ചു, ശുക്ർ ചെയ്യാത്തതിൽ കരയുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അതോടുകൂടെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നു. നബി തങ്ങളുടെ മദ്ഹ് അങ്ങനെ വായിക്കാനും നമ്മുടെ നാവ് കൊണ്ടങ്ങനെ ചൊല്ലാനും അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ.
അത് വല്ലാത്തൊരു തൗഫീഖാണ്. നമ്മുടെ കൂടെ പഠിച്ച ആളുകൾക്കത് സാധിച്ചില്ല, നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകിയില്ലേ. അതുകൊണ്ട് ഞാൻ ഈ സഭയത്ത് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മൽജആയി പടച്ചവരെ, എനിക്ക് തവസ്സൽ ബിൽ നബി വകുല്ലു സഅബിൽ യഹൂനു ഇദാ തവസ്സല ബിൻ നബി തവസ്സൽ ബിൻ നബി ഫകുല്ലു ഖത്ബിൽ യഹൂനു ഇദാ തുവസ്സില ബിൻ നബി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സാധുക്കളായ നമ്മോട് പറയുന്നത്, എന്റെ അമ്മോശനായ കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇൽമ പഠിക്കുന്ന മുതഅല്ലിം, പെങ്ങളെ കെട്ടിക്കാൻ വകയില്ലാതെ വിഷമിക്കുന്ന മുതഅല്ലിമീകൾ, പെങ്ങളുടെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നവര്, വീടില്ലാതെ വിഷമിക്കുന്ന മുതഅല്ലിമീങ്ങള്, ആ മുതഅല്ലിമീങ്ങളോട് അന്ന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാനാണ് ഇൽമിന്റെ പട്ടണം, ആ പട്ടണത്തിലേക്കുള്ള കവാടം അത് എന്റെ അലിയാൻ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തമസ്സക് ബിൽ നബി ഫകുല്ലു ഖത്ബിൽ യഹൂനു ഇദാ തമസ്സക ബിൽ നബി. റസൂലുള്ളാഹിനെ പിടിച്ചാൽ, നബി തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്താൽ, നബി തങ്ങളെ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു ആ മുതഅല്ലിമിന്റെ, അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന ആശിഖീങ്ങൾ, നബി തങ്ങളോട് മഹബ്ബത്ത് വെക്കുന്ന, ദീനിന്റെ ചുക്കാൻ പിടിക്കുന്ന ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ കാവൽപടന്മാരാവാൻ ആഗ്രഹിക്കുന്ന സ്നേഹിതന്മാരെ, റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ വീട്ടിലെപ്പോഴും വിഷമമാണ്, കടത്തിൽ മുങ്ങിക്കുളിച്ച് നടക്കുകയാണ്, കടത്തോടുകൂടെ മരിക്കുന്നവല്ലോ വല്ലാത്ത ശിക്ഷയാണ്. ഒരു ഷഹീദായ മനുഷ്യന് എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. കടത്തോടുകൂടെ മരിക്കുന്ന മരിച്ചതായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജനാസ മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എല്ലാ സ്വഹാബികളും ഒരുമിച്ച് കൂടുന്നു അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വരുന്നില്ല. ആ സമയത്ത് എന്താണ് കാരണം? അവിടുന്ന് ചോദിക്കുമ്പോ, നിങ്ങളൊക്കെ നിസ്കരിക്കുക, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന് കടമുണ്ട്, കടത്തോടുകൂടെ മരിക്കുന്നവല്ല വല്ലാത്ത ശിക്ഷയാൻ, ഞാൻ നിസ്കരിക്കാനില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്നു പറയുമ്പോ, സ്വഹാബത്ത് നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കട ഞങ്ങൾ വീട്ടിക്കൊള്ളും, അവിടുന്ന് ഏറ്റെടുത്തപ്പോ റസൂലുള്ള നിസ്കരിച്ചില്ലേ? പല സംഭവങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു. ഹംസത്തുൽ കറാറിനെ പോലെ കരൾ പോലും ദീനിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഷഹീദായി മരിക്കുന്നു. എന്നാൽ രക്ഷയുണ്ടോ? റസൂലുള്ളാഹിന്റെ മറുപടി, കടമുണ്ടോ? പ്രയാസമാണ്. യുഗ്ഫറു ലിശ്ശഹീദി ജമീഉദ് ദുനൂബ്, ഒരു ഷഹീദിന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടമുണ്ടോ? കടമടിച്ച് കടത്തോടുകൂടെ മുങ്ങിക്കുളിക്കുന്ന, കടത്തിൽ മുങ്ങിക്കുളിച്ച് വീടെടുത്തതിന്റെ പേരിൽ, കുട്ടികളെ കെട്ടിച്ചതിന്റെ പേരിൽ, പെങ്ങന്മാരുടെ കാര്യം ഓർത്തുകൊണ്ട് കണ്ണുനീരെടുക്കുന്ന അനുജന്മാരെ, തമസ്സക് ബിൽ നബി വകുല്ലു സഅബിൽ യഹൂനു ഇദാ തമസ്സക ബിൽ നബി. റസൂലുള്ളാഹിനെ പിടിക്കുക. പുന്നാര നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മുറുകെ പിടിച്ചിട്ട് നബി തങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലി, ധാരാളം സ്വലാത്ത് ചൊല്ലി,
ഒഴിവുള്ള സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങ് ദുആ ചെയ്യാൻ ആഫിയായ ഇൽമു കിട്ടാൻ വേണ്ടി അൽഹംദുലില്ലാഹ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ചൊല്ലിയ സ്വലാത്തിന്റെ കാരണമായി കാരുണ്യത്തിന്റെ നേതാവിന്റെ ഹദ്റത്തിലേക്ക് ചൊല്ലിയ സ്വലാത്ത് സബബായി അല്ലാഹു നമുക്ക് ഇൽമു തരും. അല്ലാഹു നമ്മുടെ പെങ്ങന്മാരെ കെട്ടിക്കള വടിയുണ്ടാക്കി തരും. നമുക്ക് വീടില്ലാത്ത കുട്ടികൾക്ക് അല്ലാഹു ഖൈറായ വടി തുറന്നു തരും. നബിത്തങ്ങളുടെ അരികിലേക്ക് ഒടിവുള്ളപ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ അങ്ങനെ പല ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ്. നബിത്തങ്ങളെ ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹത്തുക്കളായ സ്വഹാബികൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ എല്ലാവർക്കും ഉള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി നബിത്തങ്ങളാണ്. ജീവിതകാലത്തും അല്ലാത്തപ്പോഴും എപ്പോഴും ചെന്ന് പറയാൻ ഒരു കേന്ദ്രം അത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളുടെ മജ്ലിസാണിത്. റസൂലുള്ളാഹിന്റെ മക്കൾ ദുആ ചെയ്യാൻ വേണ്ടി വരുന്ന മജ്ലിസാണ്. നബിത്തങ്ങളുടെ പൊന്നുമക്കൾ വന്നുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വരുന്ന ഈ മഹത്തായ മജ്ലിസ്, ഇതുപോലെയുള്ള മജ്ലിസിൽ പ്രത്യേകിച്ചും നബിത്തങ്ങളെ ആ നബിത്തങ്ങളോടുള്ള മഹബ്ബത്ത് പതിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഊട്ടി ഉറപ്പിക്കാനുള്ള ആയിരക്കണക്കിന് സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുമോ? ഒഴിവുള്ള സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത്, മംഗലാപുരത്ത് നിന്ന് ഹിക്കമയിലേക്ക് വരുമ്പോ ട്രെയിനിൽ വെച്ച് പടച്ചവരെ എനിക്ക് ട്രെയിനിൽ ഹിക്കമയിൽ കോഴിക്കോട് എത്തുമ്പോഴേക്കും 1000 സ്വലാത്ത് ചൊല്ലി തീർക്കണം, 1000 സ്വലാത്ത് ചൊല്ലി തീർക്കണം. എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാസർകോട്ട് നിന്ന് അങ്ങ് കയറിയിട്ട് കോഴിക്കോട് വന്നിറങ്ങുമ്പോ എനിക്ക് എത്ര സ്വലാത്ത് എനിക്ക് ചൊല്ലി തീർക്കാൻ കഴിയും? സ്വലാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളുടെ ഹദ്റത്തിലേക്ക് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഒരു പ്രത്യേകമായ ബന്ധം, ആ ബന്ധം സ്ഥാപിച്ചാൽ നബിത്തങ്ങൾ, ആ പുന്നാരത്തങ്ങൾ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ കൈപിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ, ഒരുപാട് മഹാരഥന്മാർ ഈ വിഷയത്തിൽ പലതും പറഞ്ഞ് കരഞ്ഞു തിന്നത് നമുക്ക് നമ്മളൊക്കെ ഓതുന്ന ഗ്രന്ഥങ്ങൾ തന്നെ കാണാം. മുഅവ്വിദ് ഇബ്നു ഗഫ്റാ, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിത്തങ്ങളുടെ ജീവിതകാലത്താണ്. അവിടുത്തെ ജീവിതകാലത്തും വഫാത്തിന് ശേഷം ഒക്കെ അത് പറഞ്ഞാൽ എത്ര നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റിയ? റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞ എവിടെ നമുക്ക് എത്തിക്കാൻ പറ്റൂല. പക്ഷെ ഞാനിവിടെ പറയുന്നത്, ആ മുഅവ്വിദ് വന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. നബിത്തങ്ങൾക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ശിഷ്യഗണങ്ങളിൽ ഒരു കുട്ടിയാണ്. അവിടുന്ന് കഅബാലയത്തിന്റെ അരികിൽ വന്നു. ഉടൻ തന്നെ അബൂജഹലിന്റെ അരയിലുള്ളൊരു കത്തിയുണ്ട്. ആ കത്തി അങ്ങ് എടുത്തുകൊണ്ട്, ആ കത്തി അങ്ങ് എടുത്തിട്ട് ഈ മുഅവ്വിദിനെ മെല്ലെ വിളിച്ചു, മോനെ മുഅവ്വിദേ. അടുത്തു വന്നപ്പോ പെട്ടെന്ന് അവിടുത്തെ വലത്തെ കയ്യിൽ ഒരു കൊത്തു കൊടുത്തു. ആ കയ്യങ്ങ് മുറിഞ്ഞിട്ട് ആടിക്കളിക്കുമ്പോ നല്ല ക്ഷമയുള്ള കുട്ടി ആ കയ്യങ്ങനെ പിടിക്കുന്നു. രക്തം വല്ലാതെ ഒഴുകി. റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ആ പ്രിയപ്പെട്ട പൊന്നു ശിഷ്യരങ്ങ് കരഞ്ഞപ്പോ അവിടുത്തെ ആ വന്യ ഗുരു ഈ കുട്ടിയുടെ കണ്ണുനീര് തുടച്ചിട്ട്, മുഅവ്വിദേ എന്തു പറ്റി? നബിയെ കയ്യങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു, അബൂജഹൽ എന്റെ കൈ കൊത്തി നബിയേ. ഈ കയ്യതാ അബൂജഹലങ്ങ് കൊത്തിപ്പോയി. അത് കാണിച്ചു കൊടുത്തപ്പോ റസൂലുള്ളാഹിന്റെ മനസ്സ് പൊട്ടുന്നു. അവിടുത്തെ ഉമിനീരെടുത്തിട്ട് അങ്ങ് തടവി കൊടുക്കുന്നു. ഫബസഖ അലൈഹാ റസൂലുള്ളാഹ് വഅൽസഖഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരെടുത്തിട്ട് അങ്ങ് അവിടെ പുരട്ടിയിട്ട് ആ കയ്യങ്ങ് കൂട്ടിയിടക്കുന്നു. ഓപ്പറേഷന്റെ അടയാളം പോലുമില്ല. മുഅവ്വിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കയ്യിൽ കൊത്തു കിട്ടിയപ്പോ ഓടി ചെല്ലുന്നത് അവിടുത്തെ ഉസ്താദിന്റെ അരികിലേക്കാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ധാരാളം സംഭവങ്ങളായി ഒരുപാട് മഹാന്മാർ ഏത് വിഷയത്തിലും ഓടി ചെന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്.
അവിടുന്ന് വഫാത്തായപ്പോ നബി തങ്ങൾ വിടവാങ്ങിയപ്പോ സ്വഹാബികൾ കരയുന്നു, പടച്ചവരെ ഇനി എവിടെ പോകാനാ എന്ന് ചോദിച്ചിട്ടല്ല, ആ ശറഫാക്കപ്പെട്ട മുഖം ഞങ്ങൾക്ക് ഇനി എന്നാ കാണുക, ഞങ്ങൾക്കിനി ആരുടെ അരികിലേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല കരയുന്നത്. കാരണം ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുള്ളപ്പോ എങ്ങനെ മക്കളായ നമ്മെ പോറ്റി വളർത്തിയോ അതേ രൂപത്തിൽ അവിടുത്തെ വഫാത്തിന് ശേഷവും നമ്മ ഒരിക്കലും കൈയൊഴിക്കില്ല. നമ്മ സ്മരിക്കുന്നതാണ്, നമ്മ ഏറ്റെടുക്കുന്നതാണ്, കുട്ടികളായ നമ്മ ാണ്. പക്ഷേ ആ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം ഈ പാവപ്പെട്ടവന് കാണാൻ കഴിയുമോ? ഇനി എന്ന് കാണാൻ കഴിയും? സ്വർഗീയ ലോകത്ത് വെച്ച് കാണാൻ കഴിയുമോ? ഇതോർത്തുകൊണ്ടാണ് അവർ കരയുന്നതെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒന്നും കൂടെ പറയാം, ഒരു ചെറിയ സംഭവം കൂടെ പറയാം, എന്നിട്ട് ഞാൻ നിർത്തുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലമാണ്. ആ സമയത്ത് വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണ് വന്നിട്ട് വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്ന് ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞു, ഉമറേ, എനിക്ക് മുസ്ലിമാകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മുസ്ലിമാകാൻ ആഗ്രഹമുണ്ട്, എനിക്കാരാ ഷഹാദത്ത് കലിമ ചൊല്ലിത്തരാ? ഈ വിഷയം ഈ പെണ്ണ് അറിയിച്ചു രണ്ടാം ഖലീഫയുടെ അരികിലേക്ക്. അവിടുന്ന് അവിടുത്തെ പൊന്നുമകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, മോനെ, നിങ്ങൾ പോയിട്ട് ആ പെണ്ണിന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം, ആ പെണ്ണിന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക ഷഹാദത്ത് കലിമ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അങ്ങ് പോകുന്നു. ആ പെണ്ണിന്റെ സ്ത്രീയുടെ അരികിലെത്തുമ്പോ ഹൽ അഹദുൻ അക്ബറു മിൻക, ഹൽ അഹദുൻ അക്ബറു മിൻക യാ അബ്ദുല്ലാഹ്. ഈ പെണ്ണ് പുരുഷന്മാർ സംസാരിക്കുന്നത് പോലത്തെ ഒരു സംസാരം. അബ്ദുല്ലാഹ്, ഹൽ അഹദുൻ അക്ബറു മിൻക, നിങ്ങളെക്കാൾ വലിയ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? ഈ മദീനത്തോ പരിസരത്തോ നിങ്ങളെക്കാളും വലിയ ആരെങ്കിലും ഉണ്ടോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നു, നഅം അബീ, എൻ്റെ വാപ്പയുണ്ട് മോളെ, എൻ്റെ ഉപ്പയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേ ഉമറാകുന്ന എൻ്റെ വാപ്പയുണ്ട്. ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ഈ പെൺകുട്ടി ഫജാഅത്ത് മഅൽ അസ്കർ ഫഖാലത്ത് ലഹു വഖാലത്ത് ലഹു ഹൽ ഹാഹുനാ മൻ ഹുവ അക്ബറു മിൻക യാ ഉമർ, ഹൽ ഹാഹുനാ മൻ ഹുവ അക്ബറു മിൻക യാ ഉമർ. ഉമറിന്റെ അരികിൽ വന്നുകൊണ്ട് കിസ്റ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ആ നേതാവ് അവിടുത്തെ അരികിൽ വന്നുകൊണ്ട്, ഉമറേ, രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ് നിങ്ങളാണ് ഇവിടെ ഒന്നാം സ്ഥാനത്തുള്ളവര് എന്നിതാ നിങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു, ഉമറേ, നിങ്ങളെക്കാളും വലിയൊരു വ്യക്തി ഇവിടെയുണ്ടോ? നിങ്ങളെക്കാളും വലിയൊരു വ്യക്തി ഇവിടെയുണ്ടോ എന്നങ്ങ് ചോദിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ, നഅം ബൽ ഹുനാ അക്ബറു മിന്നി വ അക്ബറു മിൻ അഹ്ലിൽ അർളി കുല്ലിഹാ വഹുവ അക്ബറു മിൻ മിൽഇൽ അർളി മിൻ ഉമർ വമൻ ഹുവ അഅലാ മിൻ ഉമർ. ഓ പൊന്നുമോളെ, ഉമറാകുന്ന വലിയ ആള്, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും വലിയൊരാള് ഇവിടെയുണ്ട് പെണ്ണേ, ഈ നാട്ടിലുണ്ട് പെണ്ണേ. ആരാണത്? ഹാഹുനാ ഹാഹുനാ ഹുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിട്ട് പറയുന്നു, ഹാദാ ഖബ്റുഹു. ഓ പൊന്നുമോളെ, നിങ്ങൾക്ക് ലാ ഇലാഹ
ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിത്തരാൻ എന്നെക്കാളും വലിയൊരു വ്യക്തി ഇവിടെയുണ്ട്. ആരാണത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നബി തങ്ങളാണ്. വഹാദാ ഖബ്റുഹു, ഇതാണ് റസൂലുള്ളാഹിന്റെ ഖബർ. ഇതെന്ന് പറഞ്ഞപ്പോ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ അവിടുന്ന് ഈ പദമങ്ങ് പറഞ്ഞ സമയത്ത് ഖാലത് ലാ ഉസ്ലിമു ഇല്ലാ അലാ യദൈ, ഉമറേ നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, നിങ്ങളെ ഞാൻ ചെറുതായി കാണുന്നില്ല, നേരെ മറിച്ച് ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിട്ട് ഞാനൊന്ന് ചൊല്ലട്ടെ ദിക്ർ, ലാ ഉസ്ലിമു ഇല്ലാ അലാ യദൈ ഫഅതത ഖബ്റൽ മുസ്തഫ ഫഅതത ഖബ്റൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഭരിക്കുന്ന രണ്ടാം ഖലീഫ ഭരിക്കുന്ന കാലത്ത് ഈ പെണ്ണതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഫജലസത് ഇൻദഹു, നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഇരിക്കുന്നു. വഖാലത്, അവിടുന്ന് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വരികയാണ്. ഉമറുൽ ഫാറൂഖ് ഈ രംഗം കാണുകയാണ്. എന്നിട്ട് ഈ പെണ്ണ് വരുന്നു. മാത്രമല്ല സുമ്മ ബക്കത്, അപ്പെണ്ണങ്ങ് കരഞ്ഞു. വഖാലത് ഖറജ്തു യാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ നബി തങ്ങളുടെ കാലശേഷം വഫാത്തിന് ശേഷം ഭരണം നടത്തി. അതിനുശേഷമാണ് ഉമറുൽ ഫാറൂഖ്. അപ്പൊ നബി തങ്ങളുടെ വഫാത്തിന് അവിടുന്ന് വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അവിടുന്ന് കാണത്തക്ക വിധത്തിൽ ഈ പെണ്ണ് നബി തങ്ങളെ വന്ന് വിളിക്കുക. ഖറജ്തു യാ റസൂലല്ലാഹ് മിൻ ദിയാരിൽ കുഫരി വ അന അഖ്ശാ യാ ഹബീബല്ലാഹ് അൻ അഖഅ ഫിൽ മആസി വ അന അസ്ലംതു യാ റസൂലല്ലാഹ്. നബിയേ, ഞാനിപ്പോ മുസ്ലിമായി, ഇനി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ അവർക്ക് എന്നെ കൊല്ലുമോ, ഞാൻ പേടിക്കുന്നു നബിയേ. ഇത് പറഞ്ഞിട്ട് ഫസ്അൽ റബ്ബക യാ മുഹമ്മദാ, ഫസ്അൽ റബ്ബക യാ മുഹമ്മദാ. കാരുണ്യത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് ഈ പെണ്ണങ്ങ് പറയുന്നു, നബിയേ അവിടുത്തെ റബ്ബിനോട് തങ്ങൾ പറയണം, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അർസലക ബിൽ ഹഖ് അൻ തുഖ്ബല റൂഹി. അവിടുന്ന് പറയുന്നു, നബിയേ ഇനി ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിക്കില്ല, എനിക്ക് ആഗ്രഹമില്ല. യാ റസൂലല്ലാഹ് ഫഹബിലി ഫീ മദീനതിഹി ഖറാറാ വരിസ്ഖൻ സുമ്മ ദഫിനം ബിൽ ബഖീഇ. നബിയേ, ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് ആ ബഖീഇൽ ഒരു ചെറിയ ഇരിപ്പിടം വേണം. ചോദിക്കൂ തങ്ങളെ, എനിക്കൊരു ചെറിയ ഇരിപ്പിടം വേണം നബിയേ. ഫവദഅത് ഖദ്ദഹാ, ആ പെൺകുട്ടിയുടെ നെറ്റിത്തടം അവിടുത്തെ കവളങ്ങോട്ടം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറയാകുന്ന ഹുജ്റത്തു ശരീഫയുടെ ചുമരിനോട് ചേർത്ത് പിടിക്കുന്നു, ചുമരിനോട് ചേർത്തുന്നു. അലാ ഹാഇത്തുൽ ഖബ്രി വഖറജത് റൂഹുഹാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഖ്ബറയുടെ ചുമരിനോട് ചേർന്ന് നിന്നിട്ട് ആ പെൺകുട്ടി ലോകത്തോട് വിട പറയുന്നു. മദീനയിൽ വെച്ച് എനിക്ക് മരിക്കണം, ബഖീഇൽ ഒരു ഇരിപ്പിടം വേണം. ദുആ ചെയ്തു, അവിടുന്ന് മരിക്കുകയാണ്. വിഷയം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാ, മാ റഅയ്തു ഇംറഅതൻ മിനൽ അജമി അഅഖല മിൻഹാ. അനറബികളുടെ കൂട്ടത്തിൽ ഈ പെണ്ണിനെക്കാളും ആലിമത്തായ ബുദ്ധിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സാധാരണ പെണ്ണല്ല. മരിച്ചുപോയ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് ഈ വിഷയം പറയുന്നത്, ഞാൻ മാ റഅയ്തു ഇംറഅതൻ മിനൽ അജം അഅഖല മിൻഹാ. ഈ പെണ്ണിനേക്കാൾ തന്റേടിയായ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല. വസല്ല അലൈഹാ സുമ്മ ഖാൽ തൂബാ ലിമൻ മാത്.
തൂബാ ലിമൻ മാത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാ, ആ പെണ്ണിന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറയും, ഭാഗ്യവതിയാണ് ഈ പെണ്ണ്, ഈ പെണ്ണ് ഭാഗ്യവതിയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മർആ മിൻ ഇബ്ജാജൻ ഫൽയുഖദ്ദിംഹു യാ സ്വഹാബാ. സ്വഹാബത്തെ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത പറയാത്ത വല്ലതും എന്റെ അരികിൽ കണ്ടാൽ ഈ വാളുകൊണ്ട് എന്റെ തല നിങ്ങൾ എടുത്തോ. ഒരു സ്വഹാബി എഴുന്നേറ്റു, വല്ലാഹി വല്ലാഹി ലൗ റഅയ്നാ മിൻക ഇബ്ജാജൻ ലഖദ്ദംനാഹു ബിഹദ്ദി സുയൂഫിനാ. ഉമറേ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത പറയാത്ത വല്ലതും നിങ്ങളുടെ അരികിൽ കണ്ടാൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തലയെടുക്കും. ഉമറേ, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഇതുപോലെയുള്ള ചുണക്കുട്ടികളെ നീ പടച്ചിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. റസൂലുള്ള ചെയ്യാത്ത പറയാത്ത വല്ലതും എന്റെ അരികിൽ കണ്ടാൽ എന്റെ തല നിങ്ങൾ എടുത്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടെ ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.